ഇനി ഏത് സിനിമയാണ് കാണാൻ ആഗ്രഹമെന്ന് കൊച്ചു കുട്ടികളോട് പോലും ചോദിച്ചാൽ അവരാദ്യം പറയുക എമ്പുരാൻ എന്നായിരിക്കും. മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് എമ്പുരാൻ. പക്ഷേ മോളിവുഡിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാകാൻ സാധ്യതയുള്ള എമ്പുരാന് അവസാന ഘട്ടത്തിൽ എന്തുപറ്റിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ആരാധകർക്കിടയിലുള്ളത്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ നടക്കുന്നത്. പൊതുവെ തന്റെ സിനിമകൾ ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന നടനും നിർമ്മാതാവുമാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ ഏതൊരു ചിത്രത്തിന്റെ പ്രൊമോഷനും മറ്റും ഇങ്ങനെയായിരിക്കില്ല തീരുമാനിച്ചതെന്ന് ഉറപ്പാണ്. സൂപ്പർ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം, പൃഥ്വിരാജിന്റെ സംവിധാനം, പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ട്, വൻ കാസ്റ്റിംഗ്, ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എമ്പുരാനിൽ പ്രേക്ഷകർ പ്രതീക്ഷ വെക്കാനുള്ള കാരണങ്ങളാണ്. ടീസർ വന്നതു മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ പ്രധാന ചർച്ചയാണ് എമ്പുരാൻ. റിലീസിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാർച്ച് 27-നാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. എന്നാൽ സിനിമയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളോ പ്രൊമോഷൻ പരിപാടികളോ തുടങ്ങിയിട്ടില്ല. അണിയറയിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചർച്ചകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസുമാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. എമ്പുരാന്റെ ഓവർസീസ് റിലീസ് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലൈക്കയും ആശീർവാദും ഇതിൽ തീരുമാനത്തിലെത്തിയിട്ടില്ലെന്നും എമ്പുരാന് വേണ്ടി വലിയ തോതിൽ പണം മുടക്കാൻ നിലവിൽ ലൈക്ക തയ്യാറാകുന്നില്ലെന്നും വാദങ്ങൾ വരുന്നുണ്ട്. അതേസമയം ഇതേക്കുറിച്ച് സ്ഥിരീകരണമൊന്നുമില്ല. OTT ബിസിനസ്സിൽ ലൈക്കയ്ക്ക് തൃപ്തിയില്ലെന്നും പ്രതീക്ഷിച്ച തുകയ്ക്ക് ഡീൽ സാധ്യമായില്ലെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നു. ലൈക്കയുടെ ഇപ്പോഴത്തെ സാഹചര്യമാണ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. അതായത് വലിയ പണം മുടക്കി ലൈക്ക അടുത്ത കാലത്ത് നിർമ്മിച്ച സിനിമകളിൽ ഭൂരിഭാഗവും പരാജയപ്പെട്ടു. ഇതുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം ചെറുതൊന്നുമല്ല. ഇന്ത്യൻ 2, ചന്ദ്രമുഖി 2, ലാൽ സലാം, വേട്ടയാൻ തുടങ്ങിയ പ്രൊജക്ടുകളെല്ലാം ലൈക്കയ്ക്ക് നഷ്ടമുണ്ടാക്കിയ പ്രൊജക്ടുകളാണ്. ഏറെ പ്രതീക്ഷയോടെ ലൈക്ക കണ്ട സിനിമയായിരുന്നു ഒടുവിൽ റിലീസ് ചെയ്ത വിടാമുയർച്ചി. അജിത്ത് നായകനായ ഈ ചിത്രവും പരാജയപ്പെട്ടിരുന്നു. വലിയ ഹൈപ്പിൽ വന്ന സിനിമകളെല്ലാം പരാജയപ്പെട്ടിരിക്കെ പുതിയ സിനിമകളിൽ പണം മുടക്കുന്നതിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ജാഗ്രത പുലർത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പരിപാടികളില്ലാത്തത് വലിയ നിരാശ തന്നെയാണ് ആരാധകർക്കുണ്ടാക്കിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.